ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാകെ 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. പക്ഷെ നല്ല എഫക്റ്റീവാണ്. മുഖക്കുരു ഉള്ളവർക്കും, കറുത്ത പാടുകളുള്ളവർക്കും, അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവർക്കും, പിഗ്മെന്റേഷൻ ഉള്ളവർക്കും അതൊക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് ആഴ്ചയിൽ 1 2 തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. സൺ ടാൻ ഒക്കെ മാറിയിട്ട് സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ്, ലിക്വിഡൈസ് പൗഡർ. ഞാനിപ്പോൾ പൗഡർ ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ലിക്വിഡൈസ് പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിന്നുള്ള കറുത്ത പാടുകൾ പോകാനായിട്ട്, മോക്കുരുവിനെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ പല കൊറിയൻ പ്രൊഡക്ട്സിൽ തന്നെ ലിക്വിഡൈസിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ ചേർത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് സ്കിന്നിലുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു കൊറിയൻ പ്രൊഡക്ട്സിലൊക്കെ ഈ ഒരു എക്സ്ട്രാക്റ്റ് ചേർത്ത് വരുന്നത്. അപ്പോൾ ലിക്വൈസിൻ്റെ ഈ ഒരു പൗഡർ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സൺ ടാൻ മാറാനായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ്. സ്കിന്നിന് നല്ലൊരു സ്മൂത്ത്നെസ്സും സോഫ്റ്റ്നെസ്സും കൊടുക്കാനായിട്ട് പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്വൈസ് പൗഡർ. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ വെള്ള കസ്തൂരി മഞ്ഞളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ മഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിൽ ഒരു സ്റ്റെയിൻ ഒന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. പിന്നെ ആ മഞ്ഞ ഉപയോഗിക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ചെറിയൊരു എരിച്ചിലൊക്കെ തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിക്കുമ്പോൾ, വെള്ള കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു എരിച്ചിലും പോച്ചിലും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സേഫ് ആയിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ, എക്സ്പെൻസീവ് ആണ് ഈ സാധനം. പിന്നെ ആയുർവേദിക് വിധപ്രകാരം പറയുവാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ അതിന് ഈ ഒരു ഐവറി ഷെയ്ഡാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ മറ്റേത് ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അതിന് നല്ല ഗുണങ്ങളൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാ കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. കസ്തൂരി മഞ്ഞൾ ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് കുരുക്കളൊക്കെ വരുന്നത് കുറയ്ക്കാനായിട്ടും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും പിന്നെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിനൊക്കെ കസ്തൂരി മഞ്ഞൾ വളരെ നല്ലതാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരുപാട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ റോസ് വാട്ടറാണ്, പ്യുവർ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ തന്നെ ഉപയോഗിച്ചോളൂ. പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്കോ അല്ലെങ്കിൽ കേർഡോ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെത് ഓയിലി സ്കിൻ ആയത് കാരണം ഞാൻ ഈ ഒരു റോസ് വാട്ടർ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ആക്നി പ്രോൺ സ്കിന്നുകാരും റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ, കുറച്ച് റണ്ണി കൺസിസ്റ്റൻസി ആണെങ്കിൽ അങ്ങനെ എടുക്കാം, കുറച്ച് തിക്കാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മുടെ ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആവണ മുമ്പ് തന്നെ ഇതൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി നമ്മുടെ ഫേസിൽ ഈ ഒരു പാക്ക് വെക്കണം എന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ പൊക്കത്തായിട്ട് ഒന്ന് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫേസ് പാക്ക് ഒന്നും കൂടി നനയും. അപ്പോൾ അതിൻ്റെ ഗുഡ്നെസ് കുറച്ച് നേരം കൂടി നമ്മുടെ ഫേസിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു സെമി ഡ്രൈ ആകുമ്പോഴത്തേനും നിങ്ങളത് കഴുകിക്കളയുക. ഒരിക്കലും ഒറ്റ ഫേസ് പാക്കും നല്ല കംപ്ലീറ്റ്ലി ഡ്രൈ ആവുമ്പോൾ നിങ്ങൾ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേനും നിങ്ങൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ അത് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് തിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡേ ടൈം ചെയ്യുന്നെങ്കിൽ അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നൈറ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ എന്താണോ സ്കിൻ കെയർ റൂട്ടീൻ അതുമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്.